ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഷാസ് ഗാർഡൻ. എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ അടുക്കളത്തോട്ടം എന്ന് പറയുന്ന ഒരു ഭാഗം, ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലുള്ള ഏരിയകൾ? ഈ ഭാഗം ഇങ്ങനെ കിടക്കാറില്ല കേട്ടോ. എനിക്ക് കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ വിട്ടുപോയിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ മാസത്തിലൊരിക്കൽ നന്നായിട്ട് വൃത്തിയാക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ കുറച്ചായിട്ട് ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗവും ഇതുപോലെ കിടക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം കിട്ടില്ലല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് വെറും കാടും പടലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു നെഗറ്റീവ് എനർജിയാണ് അത് ഉണ്ടാക്കുക. ഞങ്ങളെപ്പോഴും ക്ലീൻ ആക്കും കേട്ടോ. മക്കൾക്ക് സ്കൂളില്ലാത്തുമ്പോഴും മക്കളെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാതും ചെയ്യുക. അവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ കൂടെ നിന്നിട്ട് പുല്ല് പറിച്ച് കളയുക, അങ്ങനെ ചെടികൾ നടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ്. അവർ ചെടികളൊന്നും നശിപ്പിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ അടുക്കള തോട്ടത്തിൽ കാര്യമായിട്ടുള്ള പച്ചക്കറികളൊന്നുമില്ല. കുറച്ച് കപ്പ, പപ്പായ, ചീനമുളക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ കാരണം 2-3 തെങ്ങുകളുണ്ട്. ആ തെങ്ങുകൾ ഇങ്ങനെ പട്ട കാരണം കൂടുതൽ എന്താ പറയുക, കാനലാണ്. അത് കാരണം വലിയ കാര്യമായിട്ട് പച്ചക്കറികളൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ കൂവ ഉണ്ട് കേട്ടോ. കൂവ അറിയാലോ, നല്ല ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ് കൂവ എന്ന് പറയുന്നത്. നമുക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായാൽ അതിന് വയറിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസിന്, ചൂടിനൊക്കെ വളരെ നല്ലതാണ് കൂവ. അപ്പോൾ ഞങ്ങൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളെ തോട്ടത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ അത്. എങ്ങനെയുണ്ട്? കൂടുതൽ സ്ഥലമൊന്നുമില്ല, വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഉള്ള ഭാഗം എപ്പോഴും ക്ലീൻ ആക്കി ഇടാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.